ടോപ്പിക്കാണ് സ്റ്റെബിലിറ്റി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ സ്റ്റെബിലിറ്റി. അപ്പോൾ നമുക്കറിയാം മെറ്റൽസും ലിഗാൻസും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യണത്? കോർഡിനേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യണത്. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു ടെട്രാഹെഡ്രൽ അല്ലെങ്കിൽ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. 4 ലിഗാൻഡും കൂടി കമ്പൈൻ ചെയ്തിട്ട് ML4 എന്ന് പറയുന്ന കോംപ്ലക്സ് ഫോം ചെയ്യും. അപ്പോൾ എത്രത്തോളം സ്ട്രോങ്ങർ ആയിട്ടാണോ ഈ മെറ്റലും ലിഗാൻഡും കൂടിയിട്ട് ഇൻട്രാക്ട് ചെയ്യണത് അത്രയും സ്ട്രോങ്ങർ ആയിരിക്കും ML4 എന്ന് പറയുന്ന കോംപ്ലക്സ്. അതായത് ഇത് രണ്ടും കൂടിയിട്ട് ഇൻറ്ററാക്ട് ചെയ്യണതിൻ്റെ സ്റ്റെബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഈ കോമ്പൗണ്ട് ഫോം ചെയ്യണതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രേറ്റർ ദ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ മെറ്റൽ ആൻഡ് ലിഗാൻഡ് ഗ്രേറ്റർ വിൽ ബി ദ സ്റ്റെബിലിറ്റി ഓഫ് ML4 കോംപ്ലക്സ്. എത്രത്തോളം അസോസിയേറ്റ് ചെയ്യണു മെറ്റലും ലിഗാൻഡും തമ്മിലുള്ള ഡിഗ്രി ഓഫ് അസോസിയേഷൻ എത്രത്തോളം സ്ട്രോങ്ങർ ആണ് അത്രയും സ്ട്രോങ്ങർ ആയിരിക്കും മെറ്റൽ ലിഗാൻഡ് ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് ഇതിനെ ഓരോന്നും അപ്പോൾ ടോട്ടൽ ആയിട്ടുള്ള അതിൻ്റെ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് ഓവറോൾ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് നമുക്ക് ബീറ്റ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓവറോൾ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് ML4 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ലിഗാൻഡ്. ഓക്കെ, അതായത് നമ്മൾ മെറ്റലും ലിഗാൻഡും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ML4 എന്ന് പറയുന്ന ഒരു മെറ്റലും 4 ലിഗാൻഡും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ML4 എന്ന് പറയുന്ന കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ മെറ്റൽ അവിടെ ഫ്രീ ആയിട്ട് നിൽക്കണില്ല. കോംപ്ലക്സിൽ മെറ്റൽസിൻ്റെ ചുറ്റും ലിഗാൻസ് വന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് സ്റ്റേബിൾ ആവണേന് ഈ കോംപ്ലക്സ് സ്റ്റേബിൾ ആവണേനനുസരിച്ചിട്ട് സൊല്യൂഷനിൽ ML4ൻ്റെ കോൺസെൻട്രേഷൻ കൂടും. അപ്പോൾ ഓവറോൾ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ് ഇത് സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് ഈ ഒരു ഫോർമേഷൻ നടക്കുന്നത്. ആദ്യം എന്തുണ്ട്? മെറ്റൽ ഒരു ലിഗാൻഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്തു? ML എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഫോം ചെയ്തു. ഈ സ്റ്റെപ്പിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി നമുക്ക് K1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ആ സ്റ്റെബിലിറ്റി എങ്ങനെ നമുക്ക് എഴുതാം? കോൺസെൻട്രേഷൻ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ML ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് M ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് L. ഓക്കെ, ഇനി അതുപോലെ ഈ ML4 എന്ന് പറയുന്ന കോംപ്ലക്സ് ആണ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഈ MLൻ്റെ കൂടെ എന്ത് ഫോം ചെയ്യേണ്ടത്? ഇതിൻ്റെ കൂടെ ഒരു ലിഗാൻഡ് കൂടി വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ML2 എന്ന് പറയുന്ന കോംപ്ലക്സ് ഫോം ചെയ്യണു അല്ലേ? അപ്പോൾ അതിൽ സ്റ്റെബിലിറ്റി ഈ സ്റ്റെപ്പിലുള്ളതിൻ്റെ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് K2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ML2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ML ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് L. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ML2 വീണ്ടും ഒരു ലിഗാൻഡുമായിട്ട് കമ്പൈൻ ചെയ്തു. ML3 ഈ സ്റ്റെപ്പിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റിനെ നമുക്ക് K3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ML3 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ML3 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് M ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ML2. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാനുള്ള ഇക്വേഷൻ നമ്മൾ നോക്കി, അതാണ് ഈ എഴുതുന്നത്. അതുപോലെ തന്നെ അടുത്തത് ML3 പ്ലസ് L ഗിവ്സ് ML4. നമ്മുടെ ML4 എന്ന് പറയുന്ന ഈ ഒരു കോംപ്ലക്സ് ഫോം ചെയ്തു. ആ സ്റ്റെപ്പിലുള്ളതിൻ്റെ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് K4 എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ML4 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ML3 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് L. അതായത് ഓവറോൾ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് ഈ ബീറ്റ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഓരോ സ്റ്റെപ്പ് വൈസ് സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റിൻ്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആണ്. K1 ഇൻറ്റു K2 ഇൻറ്റു K3 ഇൻറ്റു K4 എന്ന് എഴുതി. സപ്പോസ് മെറ്റലും N നമ്പർ ഓഫ് ലിഗാൻസും കമ്പൈൻ ചെയ്തിട്ട് MLN എന്ന് പറയുന്ന കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നത്. ഈ N വേണമെങ്കിൽ 4 ആവാം അല്ലെങ്കിൽ 6 ആവാം. അപ്പോൾ ജനറൽ ആയിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് ബീറ്റ N ഇസ് ഈക്വൽ ടു K1 ഇൻറ്റു K2 ഇൻറ്റു K3 ഇൻറ്റു KN എന്ന് എഴുതാം. അതായത് അതിൻ്റെ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് ഓവറോൾ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് വൈസ് സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റിൻ്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആണ്. ഓക്കെ, ഇനി നമുക്കിതിനൊരു എക്സാമ്പിൾ സഹിതം നോക്കാം. നമുക്കൊരു CuNH3 കോപ്പറിൻ്റെ ഒരു കോപ്പർ അമോണിയ കോംപ്ലക്സ് ഫോം ചെയ്യാണ്.
ഓക്കെ, കോപ്പർ അമോണിയ കോംപ്ലക്സ് ഫോം ചെയ്യാണ്. CuNH3 4 times 2+ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്, ഒരു കോംപ്ലക്സ് ഫോം ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു കോപ്പറും Cu2+ഉം അതുപോലെ 4 NH3+ ലിഗാൻഡും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യണത്? NH3 ലിഗാൻഡും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് CuNH3 4 times 2+ എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് ഫോം ചെയ്യണത്. ഇതിൻ്റെ ഓവറോൾ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ബീറ്റ ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് CuNH3 4 times 2+ divided by concentration of Cu2+ into concentration of NH3 the whole raised to 4. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ഇതിൽ ഓരോന്നിൻ്റെയും സമ്മ്, അതായത് ഈ ഓരോന്നും ഇതിൽ ഓരോ സ്റ്റെപ്പിലും എങ്ങനെ ഫോം ചെയ്തിട്ടുണ്ടാവുക? ആദ്യം CuNH3 ഒരു കോപ്പർ ഒരു അമോണിയ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ 2 അമോണിയ മോളിക്യൂൾ അമോണിയ ലിഗാൻഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓവറോൾ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എഴുതാം. ഓവറോൾ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് ബീറ്റ N is given by stepwise stability, product of the stepwise stability constant. Okay.